ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വർക്കിംഗ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പം വർക്കിംഗ് ഓഫ് ഇൻ്റർനെറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് പേജ് നമ്പർ 128 അപ്പം നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഴ്സിൻ്റെ തന്നെ ഗ്ലോബൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വർക്കിംഗ് റിക്വയർസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്, എ കണക്റ്റിംഗ് ഏജൻസി, ദ സ്ട്രക്ചർ ആൻഡ് ബേസിക് റൂൾസ് ഫോർ ഇറ്റ്സ് എഫിഷ്യൻറ്റ് വർക്കിംഗ്. അപ്പം നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാണും, ഒരു കണക്റ്റിംഗ് ഏജൻസി കാണും. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ എഫിഷ്യൻറ്റ് വർക്കിങ്ങിന് വേണ്ടി ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് റൂൾസൊക്കെ ഫോളോ ചെയ്യും. അങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. In the internet, computers are assigned a unique 12-digit number called IP address, which allows computers to have internet access. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും ഓരോ യുണീക്ക് 12 ഡിജിറ്റിലുള്ള ഒരു നമ്പർ വെച്ചായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനെയാണ് ആ നമ്പറിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ IP അഡ്രസ്സ് വഴിയാണ് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് സാധ്യമാവുന്നത്. In each computer, a particular internet source is called a URL. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനെയും ഒരു URL വെച്ചിട്ടാണ് ഇൻ്റർനെറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഒരു URL ഉണ്ട്, അത് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കണക്റ്റിംഗ് ഏജൻസി ഉണ്ടെന്ന്. ഈ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കണക്റ്റിംഗ് ഏജൻസി, ഈ കണക്റ്റിംഗ് ഏജൻസിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുന്നത്. ഈ ISP ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റുമായിട്ട് പെർമനൻറ്റ് കേബിളിങ് വെക്കുന്നത് ഈ ബാക്ക് ബോൺ അല്ലെങ്കിൽ ISP യൂസ് ചെയ്താണ്. അപ്പം കേബിളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വയേഴ്സ് ഒന്നെങ്കിൽ കോപ്പർ വയറുകളാകാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാകാം, അല്ലെങ്കിൽ മൈക്രോവേവ് ആകാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്ഷൻസ് ആകാം. ഇതൊക്കെ നമ്മൾ കേബിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ISP ആണ്. ഈ ISP വഴി ഓരോ ഡിവൈസും കണക്റ്റ് ചെയ്താണ് ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻ ദി ഇൻ്റർനെറ്റ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഈസ് ഡൺ ത്രൂ ദി ടെലിഫോൺ നെറ്റ്വർക്ക്. അപ്പം ഇൻ്റർനെറ്റിനകത്ത് സാധാരണ നമ്മൾ ടെലിഫോൺ നെറ്റ്വർക്ക് കൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അറ്റ് പ്രസൻറ്റ് ടെലിഫോൺ ലൈൻസ് കനോട്ട് ക്യാരി ഡിജിറ്റൽ സിഗ്നൽസ്. പക്ഷേ ടെലിഫോൺ ലൈൻസ് ഡയറക്റ്റ്ലി ഡിജിറ്റൽ സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഒരു ഡാറ്റയെ റിസീവ് ചെയ്യാനും അതുപോലെ സെൻഡ് ചെയ്യാനും ഒരു ഡിവൈസ് വേണമല്ലോ. ആ ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. അപ്പം ഈ മോഡം വഴി നമുക്ക് ബൈനറി കോഡിലുള്ള അനലോഗ് ഡാറ്റയെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റാം. അതുപോലെ തന്നെ നേരെ തിരിച്ചുള്ള പ്രോസസ്സ് ചെയ്യുന്നതിനും ഈ മോഡം യൂസ് ചെയ്യുന്നത്. മോഡം ഇസ് ദ അക്രോണിമം ഫോർ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അപ്പം മോഡം എന്ന് പറയുന്ന വാക്ക് തന്നെ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ രണ്ടും കൂടെ കൂടിച്ചേർന്നതാണ് മോഡം എന്ന് പറയുന്ന വാക്ക് തന്നെ. ഇപ്പം മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് അനലോഗ് ഡാറ്റയെ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ദ സ്പീഡ് വിത്ത് വിച്ച് മോഡം ട്രാൻസ്ഫർ ഡാറ്റ ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. അപ്പം നമ്മൾ മോഡം ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയുടെ സ്പീഡിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സാണ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ദ മോഡം മേ ബി എക്സ്റ്റേണൽ മോഡം ഓർ ആൻ ഇൻറ്റേർണൽ മോഡം. മോഡം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ്റ്റേണൽ മോഡം ആകാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മോഡം ആകാം. For the safe movement of data, there is a set of rules which governs sending and receiving data. അപ്പം നമ്മുടെ ഡാറ്റയുടെ സേഫ് മൂവ്മെൻറ്റിന് വേണ്ടി കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഡാറ്റയെ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ റൂൾസ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളുകളാകാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുകളാകാം. അപ്പം ഇതിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്നത് TCP/IP എന്നാണ്. അപ്പം
For sending large block of data from one machine to another, TCP divides data into little data packets. അപ്പോൾ നമ്മൾ ഒരു ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്ക് അയക്കുമ്പോൾ TCP ഈ ഡാറ്റയെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ആഡ് സ്പെഷ്യൽ ഇൻഫർമേഷൻ ലൈക്ക് പാക്കറ്റ് പൊസിഷൻ, എറർ കറക്ഷൻ കോഡ് എക്സെട്ര. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷനും ഈ പാക്കറ്റ്സിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാക്കറ്റിൻ്റെ പൊസിഷൻ കാണും, ഒരു എറർ കറക്ഷൻ കോഡ് കാണും. അപ്പം നമ്മൾ ഈ TCPക്കകത്ത് ഡാറ്റയെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഓരോന്നും ഓരോ സമയത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞായിരിക്കും കിട്ടുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് പാക്കറ്റിൻ്റെ പൊസിഷനും എറർ കറക്ഷൻ കോഡൊക്കെ ഇതിൻ്റെ കൂടെ പാക്കറ്റ്സിൻ്റെ കൂടെ തന്നെ അയക്കുന്നത്. അപ്പം നമ്മുടെ ഡാറ്റയെ ഡാമേജ് ഇല്ലാതെ റീഅസംബിൾ ചെയ്യാൻ വേണ്ടിയാണ് കൂടെ ഈ പാക്കറ്റ്സിൻ്റെ കൂടെ സ്പെഷ്യൽ ഇൻഫർമേഷന് അയക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ റൂൾസിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അത് പേജ് നമ്പർ 129 ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, പ്രോട്ടോക്കോൾ മീൻസ് സെറ്റ് ഓഫ് റൂൾസ്, എ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഓർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ബിറ്റ്വീൻ 2 or more കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. അപ്പം പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ വഴിയുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെ ആകാം നമ്മൾ ഈ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. On the internet, there is a suite of the protocols known as TCP/IP protocols that are consisting of Transmission Control Protocol, IP protocol, Internet Protocol, Hypertext Transfer Protocol, File Transfer Protocol and a number of other protocols. അപ്പം നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്യൂട്ട് ഓഫ് പ്രോട്ടോക്കോൾസാണ് TCP/IP പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ TCP/IPക്കകത്തുള്ളത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും ഇങ്ങനത്തെ പ്രോട്ടോക്കോൾസാണ് നമ്മളെന്താ ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോക്കോൾസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോട്ടോക്കോളാണ് TCP/IP. അപ്പോൾ TCP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. TCP ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ. അപ്പോൾ TCP നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റയെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയാണ് TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡാറ്റ ഇൻ ടു പാക്കറ്റ്സ് ബിഫോർ ദേ ആർ സെൻഡ് ആൻഡ് ഫോർ റീഅസംബ്ലിംഗ് ദ പാക്കറ്റ്സ് വെൻ ദേ ആർ അറൈവ് ദി ഡെസ്റ്റിനേഷൻ. അപ്പം ഈ TCP യൂസ് ചെയ്താണ് നമ്മളെ ഡാറ്റയെ ബ്രേക്ക് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് TCP. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ചെയ്ത ഡാറ്റയെ റീഅസംബിൾ അസംബിൾ ചെയ്യാനും അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുമ്പോൾ അസംബിൾ ചെയ്യാനും റെസ്പോൺസിബിൾ ആണ് TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. IP ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ പാക്കറ്റ്സ് ഓവർ ദി ഇൻ്റർനെറ്റ്. അപ്പം IP യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാറ്റ പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ TCP യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? നമ്മുടെ ഡാറ്റയെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് റെസ്പോൺസിബിളാണ്. അതുപോലെ തന്നെ റീഅസംബിൾ ചെയ്യാൻ വേണ്ടിയും TCP റെസ്പോൺസിബിളാണ്. ഇനി നെക്സ്റ്റ് IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. An internet protocol is a unique address or identifier of each computer or communication device on the network and internet. അപ്പോൾ IP എന്ന് പറയുന്നത് ഓരോ കമ്പ്യൂട്ടറിനെയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്.
Any participating computer or networking devices such as routers, printers, internet fax machines and switches may have its own unique IP address. അപ്പം ഏതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസിനും റൂട്ടർ ആകട്ടെ, പ്രിൻ്റർ ആകട്ടെ, ഇൻ്റർനെറ്റ് ഫാക്സ് മെഷീൻ ആകട്ടെ, സ്വിച്ച് ആകട്ടെ, ഏതൊരു മെഷീനും അവരുടേതായ ഒരു യുണീക്കായിട്ടുള്ള ഒരു IP അഡ്രസ്സ് കാണും. എവരി ഡൊമെയിൻ ഓൺ ദ ഇൻ്റർനെറ്റ് മസ്റ്റ് ബി ഹാവ് യുണീക്ക് ഓർ ഷെയർഡ് IP അഡ്രസ്സ്. അപ്പോൾ ഇൻ്റർനെറ്റിലെ ഓരോ ഡൊമെയിനും ഒരു യുണീക്ക് അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് കാണും. ഇനി നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പം FTP എന്ന് പറയുന്നത് ഡേറ്റയെ വൺ കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത ഇൻ്റർനെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ FTP യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. FTP is the most commonly used communication protocol for transferring the files over internet. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ കൂടെ ഫയൽസിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ FTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ HTTP. ഇപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇൻഫർമേഷനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ HTTP എന്ന് പറയുന്നത്. HTTP പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ വെബ് ബ്രൗസേഴ്സ് ആൻഡ് സർവേസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ പബ്ലിഷിംഗ് ആൻഡ് റിസീവിങ് HTTP പേജസ്. അപ്പം HTTP പേജസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ പബ്ലിഷ് ചെയ്യാനും റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോള് യൂസ് ചെയ്യുന്നത്. Modern browsers do not require HTTP in front of website address since it is default method for communication. അപ്പോൾ മോഡേൺ ബ്രൗസേഴ്സ് HTTP വേണമെന്നില്ല, കാരണം ഡീഫോൾട്ടായിട്ട് തന്നെ HTTP യൂസ് ചെയ്യുന്നതുകൊണ്ട് മോഡേൺ ബ്രൗസേഴ്സിന് HTTP പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻ്റർനെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു IP അഡ്രസ്സ്, ISP, ഹോസ്റ്റ് കമ്പ്യൂട്ടർ, ഡൊമെയിൻ നെയിം സിസ്റ്റം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം IP അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻ്റർനെറ്റിൽ ഓരോ കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു യുണീക്ക് നമ്പറായിട്ടായിരിക്കും, ഒരു IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും. ഈ IP അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു 12 ഡിജിറ്റ് നമ്പറാണ്. അപ്പം ഇതിന് ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, XXX.XXX.XXX. ഇങ്ങനെയാണ് ഒരു IP അഡ്രസ്സ്, ഒരു 12 ഡിജിറ്റ് നമ്പറായിട്ടുള്ള ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ XXX എന്ന് പറയുന്നത് 0 to 225 വരെയുള്ള ഒരു നമ്പറാണ് ഈ XXX എന്ന് പറയുന്നത്. The IP address identifies the host computer so that packet of information reaches the correct computer. ഇപ്പോൾ IP addresses നമ്മുടെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷന് കറക്റ്റ് കമ്പ്യൂട്ടറിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നത് ഈ IP അഡ്രസ്സ് യൂസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഈ IP അഡ്രസ്സ് മാത്രം പോരാ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡർ വേണം. അപ്പം ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡറിനെയാണ് നമ്മൾ ISP എന്ന് പറയുന്നത്. ISP is a company which permits user to access internet against nominal fee. അപ്പം ഒരു നോമിനൽ ഫീക്കകത്ത് നമുക്ക് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പെർമിഷൻ നൽകുന്ന ഒരു കമ്പനിയാണ് ISP എന്ന് പറയുന്നത്. പോപ്പുലർ ISP എന്ന് പറയുന്നത് BSNLും ഏഷ്യാനെറ്റും റിലയൻസും ജിയോയൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ISP. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പോപ്പുലർ ISP എന്ന് പറയുന്നത്. ഇനി ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം നമുക്ക് ഡേറ്റാസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്.
Host computers are server. They are connected by cables, phone lines or satellite communication. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോൺ വഴി ഈ കണക്ട് ചെയ്യുന്നത് ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ ആയിരിക്കും. They store data or information. They include large mainframe computers, small mini computers and personal computers. അപ്പോൾ നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പ്രൈമറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പം ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാകാം, അല്ലെങ്കിൽ സ്മോളറായിട്ടുള്ള മിനി കമ്പ്യൂട്ടേഴ്സ് ആകാം, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആകാം. ഇതിനെല്ലാം നമ്മളെന്താ ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഡൊമെയിൻ നെയിം സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈച്ച് ഹോസ്റ്റ് കമ്പ്യൂട്ടറിനും ഓരോ നെയിം കാണും. ദ നെയിം ഓഫ് ഈച്ച് ഹോസ്റ്റ് കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് വേർഡ്സ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. അപ്പോൾ ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ നെയിം എന്ന് പറയുന്നത് സീരീസ് ഓഫ് വേർഡ്സ് ഡോട്ട്സ് വഴി സെപ്പറേറ്റ് ചെയ്താണ് ഈ ഓരോ ഹോസ്റ്റ് കമ്പ്യൂട്ടറിന് നെയിം കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് www ആണ്. സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ നെയിമാണ്. തേർഡ് പാർട്ടെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ നേച്ചറാണ്. അങ്ങനെയാണ് ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നതിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. www.sebi.government എന്ന് പറയുന്ന gov എന്ന് പറയുന്നത്. www എന്ന് പറയുന്നത് വെബ് സെർവറാണ്. അതുപോലെ തന്നെ സെബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓർഗനൈസേഷൻ്റെ നെയിം. മൂന്നാമത്തേന്ന് പറയുന്നത് നേച്ചർ. .gov എന്ന് പറയുന്നത് തേർഡ് പാർട്ട് ഓഫ് നെയിമാണ്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഡൊമെയിന്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ ഹോസ്റ്റിനും ഓരോ ഹോസ്റ്റ് കമ്പ്യൂട്ടറിനും നെയിം കൊടുക്കുന്നത്. ഇനി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററാണ് നമ്മുടെ ഇൻ്റർനെറ്റിലെ ഫയൽസിൻ്റെ ലൊക്കേഷനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. URL എന്ന് പറയുന്നത് ഒരു അഡ്രസ്സിംഗ് സിസ്റ്റമാണ്. വേൾഡ് വൈഡ് വെബിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ URL എന്ന് പറയുന്നത്. ഇനി പേജ് നമ്പർ 132 ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്കൊരു കമ്പ്യൂട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡം എന്ന് പറയുന്നത് ടെലിഫോൺ ലൈൻസ് ഡയറക്റ്റ്ലി ഡിജിറ്റൽ സിഗ്നൽസിനെ അല്ലെങ്കിൽ ഡേറ്റാസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഡേറ്റാസിനെ ബൈനറി കോഡ് വഴി അനലോഗ് കോഡിൽ നിന്ന് ടെലിഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് മോഡത്തിൻ്റെ ആവശ്യം വേണം. മോഡം എന്ന് പറയുന്ന ഒരു ഡിവൈസ് വേണം. അപ്പം മോഡം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആകാം. നമ്മുടെ മോഡത്തിൻ്റെ കപ്പാസിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്നത് ബൈറ്റ് പെർ സെക്കൻഡിലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വേണം. അപ്പം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പം BSNL ആകാം, ഏഷ്യാനെറ്റ് ആകാം, ജിയോ, റിലയൻസ് ആകാം, ജിയോ ആകാം, എന്തും ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. ഇനി ഒരു വെബ് ബ്രൗസർ വേണം. അപ്പോൾ ഈ വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെ ഡേറ്റാസിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെബ് ബ്രൗസേഴ്സ്. അപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്ന കുറേ ഉണ്ടല്ലേ. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെ ഓരോ വെബ് ബ്രൗസറുകളാണ്. അപ്പം ഒരു ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിവൈസസിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. കമ്പ്യൂട്ടർ വേണം, മോഡം വേണം, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വേണം, വെബ് ബ്രൗസർ വേണം. ഇതാണ് കോമൺലി ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.